ഏറ്റവും പ്രധാനം എന്ന നിലയിൽ നമ്മൾ കാണുന്ന ഈ കൊണ്ടുപോയ സ്വർണം വീണ്ടെടുക്കുക, അതിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. 400 ഗ്രാമോളം സ്വർണം അന്വേഷണ സംഘം കണ്ടെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പങ്കാളികളായി, ആരൊക്കെ ഈ ഇടപാടുകളുടെ ഭാഗമായി എന്നുള്ള ചോദ്യമാണ്. അതിൽ തന്നെ ഒരുപാട് പേരുകൾ, കൽപേഷിൻ്റെയും നാഗേഷിൻ്റെയും ഒക്കെ പേരുകൾ നമ്മൾ കേട്ടു. ഇപ്പോൾ ഗോവർദ്ധൻ്റെ കാര്യത്തിലാണെങ്കിൽ അയാൾ ഈ സ്വർണം വാങ്ങുക മാത്രമാണോ ചെയ്തത്, അതല്ലാതെ മറ്റെന്തെങ്കിലും റോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അയാൾക്കുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ബാക്കിയാകുന്നു. അതിനിടയിൽ അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത്, വിലയിരുത്തേണ്ടത്? മനീഷ് മഹിവാൽ. ശ്രീജിത്ത്, നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള പേരുകൾ 15 പേരുകളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. അത് ഹൈദരാബാദിൽ വെച്ചും ബാംഗ്ലൂരിൽ വെച്ചാണ് പ്രധാനമായും ഇതിൻ്റെ ആസൂത്രണം നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിലേക്ക് നേരത്തെ തന്നെ അന്വേഷണ സംഘം എത്തിയിരുന്നു. ഇനി അവരിലേക്ക് നേരിട്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ദൗത്യം. അതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ നാഗേഷ്, കൽപേഷ് അടക്കമുള്ള ഈ പങ്കജ് ഭണ്ഡാരി നേരത്തെ തന്നെ മൊഴിയെടുത്താണ്. പങ്കജ് ഭണ്ഡാരിയുമായി നിരന്തരം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. പക്ഷേ പങ്കജ് ഭണ്ഡാരിയും നിലവിൽ ഈ ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ നേരിട്ട് പങ്കില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ ഇവർ നൽകിയിട്ടുള്ള മൊഴി. അതായത് ഇയാൾ കൊണ്ടുവന്ന അനുസരിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് വെച്ച് ഇത് വേർതിരിച്ച് കൊടുക്കുന്നു. പിന്നീട് ഇതിൻ്റെ പണിക്കൂലി എന്ന രീതിയിലാണ് ഇച്ചിരി സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് കൈപ്പറ്റുന്നത്. ഒപ്പം തന്നെ ഈ ഗോവർദ്ധനാണെങ്കിൽ ഈ സ്വർണം വാങ്ങിയതാകട്ടെ അത് ഭക്തിയുടെ പേരിൽ വാങ്ങിയതാണ്. ഇത് സ്വർണം പൂശി കൊടുത്തിയതും ഒരു സ്പോൺസർ എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഭക്തിയുടെ പേരിൽ താൻ ഒരു അയ്യപ്പ ഭക്തനാണ്, അതുകൊണ്ട് താൻ പൂശി കൊടുത്താണെന്നുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ പൂർണ്ണമായത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഹൈദരാബാദ് കേന്ദ്രീകരിച്ച അന്വേഷണത്തിലായിരിക്കും ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞിട്ടുള്ള കൽപേഷിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള നിഗൂഢതകളെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിൽ ലഭ്യമാകുള്ളൂ. നിലവിൽ കാണാമറയത്ത് നിൽക്കുന്ന ഒരാളാണ് കൽപേഷ്. അത് യഥാർത്ഥ പേരാണോ, അങ്ങനെ ഒരു പേര് തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതിലേക്ക് ആ പ്രതിയിലേക്ക് അല്ലെങ്കിൽ ആ നിലവിൽ ഈ പ്രതിപ്പട്ടികയിൽ അയാളുടെ പേരില്ലെങ്കിൽ കൂടി അയാളിലേക്ക് എത്തുമ്പോൾ അങ്ങനെ പ്രതിപ്പട്ടിയിലേക്ക് കുറച്ചുകൂടി ആളുകൾ എത്തും. അങ്ങനെ 15 പേരിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരവാദം ഉന്നയിക്കാതെ താനൊരു ടൂളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളാണ് അതിൻ്റെ ഗുണഭോക്താക്കളാണെന്ന് പറയുമ്പോൾ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാമെന്ന് അന്വേഷണം നടത്തുന്നു. മറുഭാഗത്ത് മുരാരി ബാബുവാണ്. മുരാരി ബാബുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇന്നലെ തന്നെ വീട് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. ഇനിയും 28-നോ 29-നോ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കും. കസ്റ്റഡി എടുത്ത ശേഷമായിരിക്കും മുരാരി ബാബു നേരിട്ട് പെരുന്നയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അന്ന് 2019-ലാണ് ഈ കേസിന് സംഭവം നടക്കുന്ന സമയം. അന്ന് തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് 2019-ൽ പെരുന്നയിൽ ഈ മുരാരി ബാബു 2 കോടി രൂപ വിലമതിക്കുന്ന ഒരു ആഡംബര വീട് പണിതത്. ഈ വീട്ടിലേക്ക് ആവശ്യമായ തേക്കിൻ തടി അടക്കമുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണം എന്ന ആവശ്യപ്രകാരമാണ് പലയിടങ്ങളിൽ നിന്നും, പല കൂപ്പിൽ നിന്നും, പല തടി കോൺട്രാക്ടറുകാരുടെ കയ്യിൽ നിന്നും ഈ തടി വാങ്ങിയെന്നുള്ള സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൻ്റെ കസ്റ്റഡിക്ക് ശേഷം മുരാരി ബാബുവിനെ നേരിട്ടെത്തിച്ച് പല സ്ഥലത്തും തെളിവെടുപ്പ് നടത്തും. അപ്പോൾ തന്നെ ഈ 30-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമയപരിധി, കസ്റ്റഡി കാലാവധിയുടെ സമയപരിധി. അതിനു മുൻപ് ഇരുവരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും നിർണായകമാണ്. റിജിത്ത്. ശരി, മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.